ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രതിപാദിച്ചത് മായാതത്വത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് മായയെ അതിക്രമിച്ച് ബ്രഹ്മതത്വത്തെ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ബ്രഹ്മതത്വം എന്താണെന്നുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ബ്രഹ്മം, ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രൂപത്തിൽ കുടികൊള്ളുന്നു എന്നാണ് ഭാരതീയ ആചാര്യന്മാർ ദർശിച്ച സത്യം. അത് സഗുണ സാകാരമായി നിർഗുണ നിരാകാരമായി രണ്ട് രൂപത്തിൽ. അതിൽ നിർഗുണം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് തോന്നും ഗുണമില്ലാത്തത് എന്ന്. യഥാർത്ഥത്തിൽ നിർഗുണ ശബ്ദത്തിന് വേദാന്തം കൊടുത്തിരിക്കുന്ന അർത്ഥം ഗുണ അതീതം എന്നാണ്. എല്ലാ ഗുണങ്ങൾക്കും ഉപരിയായി വർത്തിക്കുന്നത് എന്ന് സാരം. അങ്ങനെ നിർഗുണമായും നിരാകാരമായും അഥവാ ആകാരമില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ, ഈ അണ്ഡകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യമാണ് സാക്ഷാൽ പരബ്രഹ്മം. ആ ബ്രഹ്മതത്വം അത് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ സർവചരാചരങ്ങൾക്കുള്ളിലും ജീവസ്വരൂപമായി ബീജസ്വരൂപമായി കുടികൊള്ളുന്ന ആ പരമചൈതന്യമാണ് സാക്ഷാൽ ബ്രഹ്മതത്വം. അതുകൊണ്ടാണ് ഒരേ സമയം അകത്തും പുറത്തും വർത്തിക്കുന്ന ആ ചൈതന്യത്തിന് രൂപമില്ല, ഭാവമില്ല. അത് ബോധരൂപമായ സത്യം തന്നെയാണ്. ആ സത്യത്തെ ദർശിക്കലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തികമായ ലക്ഷ്യം. ഉണ്ണുക, ഉറങ്ങുക, ഉൽപ്പാദിപ്പിക്കുക, അത് ജന്തു സഹജമായ വാസനയാണ്. മറിച്ച് അതിൽ നിന്ന് മനുഷ്യനെ ഉയർത്തുന്ന ആ തൻ്റെ ഉള്ളിലെ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ, ആ സത്തയെ ശരിയായ തലത്തിൽ അറിയുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അങ്ങനെ ആ ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടുന്ന സാധന പദ്ധതികൾ നമ്മുടെ പരമാചാര്യന്മാർ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ആ വഴി അവലംബിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രൂപത്തിൽ കുടികൊള്ളുന്നു എന്ന്. അപ്പോൾ നിർഗുണ നിരാകാരമായ ആ ബ്രഹ്മതത്വത്തോട് ചേർന്ന് നിൽക്കുന്ന മായയ്ക്ക് അഥവാ മൂലപ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട്. ആ മൂന്ന് ഗുണങ്ങളിൽ നിന്ന്, അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ഉൽപ്പന്നരായ മൂർത്തി രൂപങ്ങളാണ് ത്രിമൂർത്തി സങ്കല്പങ്ങൾ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികൾ. അങ്ങനെ നിർഗുണമായിരിക്കുന്ന ആ പരബ്രഹ്മ തത്വത്തിന് സഗുണ സാകാരത്വം വഹിച്ചപ്പോൾ അത് മൂർത്തി രൂപമായി പരിണമിച്ചു. ആ ഗുണമൂർത്തികളെ ഉപാസിച്ച് വേണം ഈ നിർഗുണ തത്വത്തിലേക്ക് ഒരു ജീവൻ ഉയരാൻ എന്ന് ഭാഗവതം പോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നു. തദ്ഗുണങ്ങളെ അനുസരിച്ചു ഭക്തിയാ വേണം നിർഗുണത്തിങ്കൽ ചേർന്ന് ലയിപ്പാൻ അറിഞ്ഞാലും
ഇതാണ് ഭാഗവതത്തിലെ വരികൾ. അപ്പോൾ ഗുണമൂർത്തികളെ ഉപാസിച്ച് നിർഗുണ തത്വത്തിലേക്ക് ഉയരണം. ഒരേ സമയം അകത്തും പുറത്തും ഉജ്ജ്വലിക്കുന്ന ചൈതന്യം. അതാണ് ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അകത്തും പുറത്തും ഉജ്ജ്വലിക്കുന്ന ആ ചൈതന്യത്തെ സാക്ഷാത്കരിക്കലാണ്. അതിന് കരിവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം എന്നാണ്. അതിനാണ് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും അടക്കി ആ സാക്ഷാത്കാരം, ആ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടുന്ന സാധനാ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആചാര്യന്മാർ കാട്ടിത്തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മതത്വത്തെ ശരിയായ തലത്തിൽ അറിയുവാനും ആ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കുവാനും അത് നിർഗുണ നിരാകാരമായ ആ തത്വത്തിലേക്ക് നമ്മുടെ ചൈതന്യത്തെ, നമ്മുടെ ജീവചൈതന്യത്തെ ഉയർത്തി ലയിപ്പിക്കുവാനും, അതായത് ജീവാത്മ പരമാത്മ ഐക്യം സ്ഥാപിക്കുവാനും. ജീവാത്മാവാണ് തൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഉപാധിയിൽ ഇരിക്കുന്ന ജീവാത്മാവ്, അതിന് പുറത്തിരിക്കുന്നത് പരമാത്മാവ്. അപ്പോൾ ജീവാത്മാവ് ഈ ഉപാധിയാകുന്ന ശരീരത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ജീവാത്മാവ് എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ജീവാത്മാവില്ല. അപ്പോൾ അവിടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു തത്വം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ വേദാന്തികൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒന്ന് ഘടാകാശം, രണ്ട് മഹാകാശം. ഒരു കുടത്തിനകത്ത് അത് ആകാശതത്വം, ആ കുടത്തിൻ്റെ ആകൃതിയിൽ ആ ആകാശതത്വം ഇരിക്കുന്നു. അതിന് പുറത്തിരിക്കുന്നത്, ഈ കുടത്തിനുള്ളിലിരിക്കുന്ന ഈ ആകാശം ഘടാകാശമാണ്. അതിന് പുറത്തിരിക്കുന്നത് അത് മഹാകാശമാണ്. അതേസമയം ആ കുടം തകർന്നു കഴിഞ്ഞാൽ ഘടാകാശവുമില്ല, മഹാകാശവുമില്ല. ആകാശം എന്ന ഒറ്റ കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവൂ. എന്നതുപോലെ ഈ ഉപാധിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ജീവാത്മാവ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനു പുറത്തുള്ളത് പരമാത്മാവാണ്. ഈ ഉപാധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവാത്മാവുമില്ല, പരമാത്മാവുമില്ല, സാക്ഷാൽ ആത്മതത്വം മാത്രമാണ്. ഈ ആത്മതത്വമാണ് സാക്ഷാൽ ബ്രഹ്മതത്വം. അതുകൊണ്ടാണ് രാമായണത്തിൽ പറയുന്നത്, ജീവാത്മാവെന്നും പരമാത്മാവെന്നുമുള്ളത് കേവലം പര്യായ ശബ്ദങ്ങൾ ഇതറിഞ്ഞാലും ഭേദം ഏതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്നു ചൊല്ലുന്നത് അജ്ഞന്മാരല്ലോ. അപ്പോൾ ഇത് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആ തത്വത്തിൽ ഈ പരമാത്മ സ്വരൂപം, അതുകൊണ്ടാണ് ജീവോ ബ്രഹ്മൈവന അപര എന്ന് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ സൂചിപ്പിക്കാൻ കാരണം. അപ്പോൾ ഈ ജീവാത്മസ്വരൂപം തന്നെയാണ് സാക്ഷാൽ ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വത്തെ പ്രാപിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ബ്രഹ്മ സാക്ഷാത്കാരം നേടുവാൻ, അതായത് സദ്യോമുക്തനാകുവാൻ നമ്മുടെ ആചാര്യന്മാർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നു, അതിൻ്റെ സാധനാ പദ്ധതികളൊക്കെ നമുക്ക് കാട്ടിത്തരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് വിശദമായി ചർച്ച ചെയ്യുന്നത്. ദയവായി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് ഈ സന്ദേശം, ഈ ആധ്യാത്മിക സന്ദേശം എല്ലാ സജ്ജനങ്ങളിലും എത്തിക്കുവാൻ സഹായിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്തേ.